മഞ്ചേശ്വരം കുഞ്ചത്തൂർ അടുക്കപ്പള്ള മണിമുണ്ടയിലെ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തി ആളൊഴിഞ്ഞ കിണറ്റിൽ തള്ളിയ കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മംഗളൂരു സൂറത്കൽ കല്ലാപ്പൂലെ അഭിഷേക് ഷെട്ടിയെയാണ് 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷം തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. കർണാടക മുൽക്കി കൊളനാട്ട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷെരീഫിനെ ഈ മാസം 10 സന്ധ്യയോടെയാണ് മണിമുണ്ടയിലെ ആളില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിണറിന് സമീപത്ത് നിന്നും കർണാടക രജിസ്ട്രേഷനിലുള്ള ഓട്ടോറിക്ഷയും കണ്ടെടുത്തിരുന്നു. പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് വ്യക്തമായത്. മുഹമ്മദ് ഷെരീഫിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് മുൽക്കി പോലീസ് മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. മംഗളൂരുവിൽ നിന്നും ഓട്ടോ ട്രിപ്പ് വിളിച്ചുകൊണ്ടുവന്നാണ് മഞ്ചേശ്വരത്ത് വെച്ച് കൊല നടത്തി കിണറ്റിൽ തള്ളിയതെന്ന് കണ്ടെത്തുകയും പ്രതി മംഗളൂരു സൂറത്കൽ കല്ലാപ്പൂവിലെ അഭിഷേക് ഷെട്ടിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. റിമാൻഡിൽ കഴിയുകയായിരുന്ന അഭിഷേക് ഷെട്ടിയെ കസ്റ്റഡിയിൽ ലഭിച്ചതോടെ വെള്ളിയാഴ്ച പോലീസ് സംഭവസ്ഥലത്തെത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയുമായിരുന്നു. മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ അനൂപ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. സ്കൂൾ ബസ് ഡ്രൈവറായിരുന്നു പ്രതിയായ അഭിഷേക് ഷെട്ടി. തൻ്റെ ബസ്സിന് സൈഡ് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യവും തുടർന്ന് സ്കൂൾ ബസ്സിലെ ജോലി നഷ്ടപ്പെട്ടതിലുള്ള വിരോധവുമാണ് മുഹമ്മദ് ഷെരീഫിനെ കൊലപ്പെടുത്തുവാൻ കാരണമെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.